എല്ലാരും ലൈക്ക് ചെയ്യാൻ പറ ചെയ്തോട്ടാ, ലൈക്ക് ചെയ്യാ, എല്ലാരും ഷെയർ ചെയ്യാൻ പറ, ചെയ്യണം, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ, എല്ലാവർക്കും ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഒരു ഭയങ്കര എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതലും ഞാൻ എന്താ പറയുക, ഞാൻ അനുഭവിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ. വേറൊന്നുമല്ല, നമ്മുടെ ഏതൂട്ടൻ്റെ എൻ്റെ മോളുടെ മുടി ജനിച്ചപ്പം ഉണ്ടായ മുടി വടിച്ച് കളയുകയാണ്. വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചു. അപ്പം പുള്ളിക്കാരൻ ലുക്കും മാറി, പുള്ളിയുടെ രീതികളും മാറി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങളൊന്ന് കണ്ടേച്ചു വാ. എന്റെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും എടുത്തോണ്ട് വരാം. പാട്ട് കേൾപ്പിക്കാം എന്തെങ്കിലുമൊക്കെ. ഏതോ എന്റെ ഏതുട്ടാ ഇത് എന്റെ തലയിലൊക്കെ മസാജ് ചെയ്യുന്നു. ഇതിന് മൊത്തം കെട്ടാ മുടിക്കത്, ചുരുണ്ട് കിടക്കുന്നുണ്ട്. ഞാനൊരു കളിപ്പാട്ടം എടുത്തോണ്ട് വരാം. അങ്ങനെ നമ്മൾ ശ്രദ്ധ മാറ്റാനായിട്ട് ഇതാ ഒരു ഡാൻസിങ് ബേബി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അത് ശരിയാ, യെസ്, പരിപാടി ഉണങ്ങുമ്പോ ഓണാക്കിയത്, അല്ലെങ്കിൽ പെണ്ണ് സമ്മതിക്കത്തില്ല. ഏതു അവള് കളിക്കട്ടെ. അമ്മൂമ്മ ഇവിടെ വിഷമിച്ചു. മുടി മൊട്ടയടിക്കാൻ പോവാ. അച്ഛനും അമ്മയും ഇവിടെ ഇല്ല, അവർക്ക് കാണാൻ പറ്റില്ല. വരുമ്പോ കാണാം, അല്ലയോ? റിയാക്ഷൻ ചിലപ്പോ ഇത് വെട്ടിക്കൊണ്ടിരിക്കുമ്പോ വരുമായിരിക്കും. ഇത് കുറെ സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അത് ഞാൻ അത് ഇവിടെ താഴെ വെച്ചാൽ മതി. അപ്പോൾ അവള് താഴോട്ട് നോക്കിയേക്കും തുടങ്ങുന്നതിന് മുമ്പ്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടോമി സുന്ദരനാണ്. അയ്യോ ഉച്ചക്കെട്ടി തുടങ്ങി വെച്ചേ. എനിക്ക് ഇച്ച് കഴിഞ്ഞെടുത്താൽ എന്റെ ഫോൺ താത്ത വെക്കാം. എനിക്ക് ഇച്ച് കഴിഞ്ഞു മതി. അയ്യോ എന്നാലും ഏതോ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് താക്കോൽ. വായി വെക്കുന്ന ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, വായി വെക്കുന്ന നോക്കിയാൽ മതി. ടോമി മറുക അത് അവക്ക് പണ്ടേ ഉള്ളതാ. ജനിച്ചപ്പോൾ നല്ല മറുകുണ്ട് അവിടെ. ഏതൊട്ടെ മറുക കണ്ടു ഗൈസ്. ഇത്ര നേരം ഉറങ്ങിയത് അവള്. ഇതിട്ട് ഇവിടെ ഒരു മറുകുണ്ട് ഗൈസ്. ഞങ്ങക്ക് തലയെ തൊടുന്ന മാത്രം ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ഏതും കൂടെ അടി ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് തല എണ്ണ തിക്കുമ്പോൾ, ഷാമ്പു ഇടുമ്പോഴും, തല കെട്ടുമ്പോഴും. എഞ്ചിനെ കളിക്കണ്ടേ?
എനിക്ക് എവിടെ നമുക്ക് കിട്ടിയേ ടോമി കുറയ്ക്കുന്നു. ടോമി കൊണ്ടറിയാൻ പറഞ്ഞു. എന്തുവാ ഉറക്കൊന്നുമില്ലേടത്തേക്ക്? ഇത്ര നേരം ഉറങ്ങിയത്. അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നെന്തോ അവൾക്ക് മനസ്സിലായതോ നമ്മൾ മുട്ട അടിക്കുന്നത്. ഇന്ന് അവൾ 6 മണിക്ക് ഉണർന്നവളാ. എന്നിട്ട് 11 മണിക്കാ പിന്നെ ഉറങ്ങി. നമുക്ക് മനസ്സിലായി അവൾക്ക് മുട്ട. ഞാൻ സഹി ഇട്ടിട്ട് ഞങ്ങൾ കാത്തുപൂച്ച വെച്ച്. ഞങ്ങൾ ഒരിക്കലും അവർക്ക് ഫോൺ കാണിക്കാൻ ആഗ്രഹിക്കാത്ത 2 പേരാണ് ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ നമ്മുടെ സാഹചര്യം അതല്ല. അതുകൊണ്ട് നമ്മളൊന്ന് കാണിക്കുന്നു. എങ്ങനെയെങ്കിലും അടങ്ങിയിരിക്കും നോക്കാം. സച്ചുവിലൊന്ന് പിടിച്ചു നിർത്തി ഇച്ചിരി ഒന്ന് വിട്ടുന്നു. സച്ചു നീ കൊണ്ടുപോണേടാ ഇവളെ. കാത്തുപൂച്ച വെച്ചപ്പോൾ കാത്തുപൂച്ച വേണ്ടടാ, നിന്നില്ല ശ്രദ്ധ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. സച്ചുവിൽ ശ്രദ്ധയാണ്. ക്യൂട്ട് ബേബി ആയിട്ട് വരുന്നെന്ന് തോന്നുന്നു. ചുണ്ടിരി എൻ്റെ മുട്ടക്കുട്ടി. അങ്ങനെ അങ്ങോട്ട് നോക്കാം. അങ്ങനെ വലിഞ്ഞിട്ടിട്ട് പോലും ചൂടൂരുണ്ടല്ലേ. എന്നാ നീ മുടി ഇരുന്നോണ്ട് ഇയാൾക്ക് കിടക്കുന്നപ്പോഴേ നീ ഇപ്പം അങ്ങ് മാറില്ലേ? ചന്ദനം തേക്കാം. താക്കോൽ അങ്ങനെ കളഞ്ഞു. അപ്പം പിന്നെ പാവയിലായി. പാവപ്പെണ്ണാണി കുഞ്ഞു പാവയ്ക്കുന്നല്ലോ മുട്ടയാടി മുട്ടയാടി. ഇതൊരു വേതാളോ? വാവൂ അല്ലെ വാവാറ്റുവാ ഞങ്ങള്. വാവൂ ഏത് വാവാറ്റുന്നത്? അവനെ കുറിച്ച് വേണ്ട. കുഞ്ഞു കൊള്ളാലേ. അത് മേടിക്കാൻ വരും കേട്ടോ. അപ്പൊ ഗായ്സ് ദേ ഞങ്ങളുടെ ഏതുകുട്ടി തുടച്ചു നോക്കാൻ. അപ്പൊ ഏതുകുട്ടിയുടെ ഇപ്പൊ മുട്ടക്കുട്ടിയായി ഇപ്പൊ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? അടിപൊളിയല്ലേ? സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ. അതെ 2 മുട്ടകൾ അനുമൂടിയുണ്ട്. അപ്പോൾ ഗൈസ് ജസ്റ്റ് ഇതൊരു വീഡിയോ ഇട്ടുവന്നേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പലയിടത്തും പല രീതിയിലായിരിക്കും, പല അമ്പലങ്ങളിലൊക്കെ പോയിട്ടായിരിക്കും മുട്ട അടിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഈ ഒരു മുഖവും കൊണ്ട് വീണ്ടും വീട്ടിലോട്ട് പോകുന്നുണ്ട്. അവരുടെ എക്സ്പ്രഷൻ കാര്യങ്ങളും പിന്നെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരുടെ എക്സ്പ്രഷൻ കാര്യങ്ങളും നമുക്കിപ്പം വീഡിയോയിൽ നോക്കാം കേട്ടോ. ഏത് മുടി എന്തേ? തലയില് മുടി എന്തേ? എന്തേ അവിടെ ഉണ്ടോ? മുടി പോയെന്ന് അറിയാം. നമുക്കിനി ബാക്കിയുള്ളവരുടെ റിയാക്ഷൻ കാണാം. നമുക്ക് അമ്മൂമ്മയുടെ റിയാക്ഷൻ എടുക്കാം. ഈ ഒരു സലൂണിൽ പോയി മുടി വെട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. പുള്ളിക്കാരനെ കണ്ടിട്ട് മനസ്സിലായെങ്കിലും ആ പേരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഏതേ ടോമി തമ്മുടി ഇന്ത്യയെ മൊത്തക്കുറ്റിയായോ? ചൂടുരുപ്പൊക്കെ തലക്ക് അവള് തലയിട്ട് ചൊറിയ നോക്കെ. ഓക്കെ എന്നാ തമ്മുടിയൊക്കെ എന്ത് തമ്മുടി അവിടെ പോയി. തമ്മുടി എന്ത് ആരാ വെട്ടിക്കളഞ്ഞ?
എന്തെങ്ങനെ റിയാക്ഷൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതും കൊടുക്കാം. അപ്പൊ തൊട്ടൊക്കെ തൊട്ടോണ്ടിരിക്കുവോ അതിനകത്ത്? ഒരു കുഴപ്പമില്ല, വെറുതെ കുലുക്കം ഉണ്ടായിരുന്നു, അത് ശങ്ങ മാറി. ബഹളവേ ഇല്ലായിരുന്നു. ഇവിടെ വണ്ടി ഓടിപ്പ് കിടക്കാണ്. മട്ട വണ്ടിയിലാണ് ഗൈസ്. അവിടെ റോക്കിയും ടോമിയും പോയെന്ന് മോഹം കാണിച്ചിട്ട് തിരിച്ചു വരികയാണ്. അപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും എത്തി. ഏത് മണി? അപ്പൊ ഗായ്സ്, ദേ നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും കണ്ടപ്പോഴുള്ള ആ ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടു. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് നേരെ മീനുന്റെ വീട്ടിലോട്ട് പോവാണ്. അവിടെ അച്ഛനും അമ്മയും അമ്മൂമ്മയുണ്ട്. അവര് നമ്മുടെ ഏതോട്ടന്റെ മുടി മുറിച്ച ആ ഒരു കാര്യം കാണുമ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ കേറി ഏതോട്ട് അവിടെ കിടന്ന് ഭയങ്കര ഡാൻസും ബഹളമൊക്കെയാണ്. മുട്ടച്ചി പെണ്ണിന്റെ മുട്ട കളിക്കാൻ എത്ര ദിവസം കൊടുക്കുന്ന എനിക്കറിയത്തില്ല. പക്ഷെ നല്ല രസമായിട്ടോ. എപ്പോഴും അവള് തന്നെ തല ഇങ്ങനെ തൊട്ടുകൊണ്ടിരുന്നതാണ്. ആ സമയത്ത് എനിക്ക് വ്ളോഗോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാൻ പറ്റില്ല. വെരി സോറി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഏതാണ്ട് പാട്ടൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അതിന് എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കാം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണേ. ഏതു അമ്മയുടെ മോട്ടക്കുട്ടി എന്തിയെ? മൊട്ടക്കുട്ടി ഇതെവിടെ നോക്കും. ഹായ് പറ. ഹായ്. ഉമ്മ നിങ്ങൾക്ക് ഉമ്മയും തന്നു ടാറ്റയും തന്നു. എന്റെ കുഞ്ഞല്ലേ ചേട്ടാ, ഉമ്മയും കൊടുത്ത് ടാറ്റയും കൊടുത്ത്. വീഡിയോ കാണുന്ന ചേട്ടന്മാർക്ക് ചേച്ചിമാർക്ക് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. അങ്ങനെ വീട്ടിലോട്ട് എത്തി തിരിച്ച് റിവേഴ്സ് എടുത്ത് ഇടുന്നു വണ്ടി. എന്തോടെ ഒരു പോച്ച കളിച്ചിരിക്കുന്നു. വീട്ടിലാരാണ്? ഫ്രണ്ടില് ആരുമില്ലേ? ആരുമില്ല. അയ്യോ, എന്റെ വീട് അനാഥമായി കിടക്കുന്നു. വീട് അനാഥമായി. നമ്മൾ വണ്ടി ഒന്ന് നോക്കട്ടെ. അതായത് ഗൈസ്, നമുക്ക് ഗ്യാപ്പ് കൂടെ ആ ഒരു ചുമന്ന ഡ്രസ്സിൽ അമ്മൂമ്മയെ കാണാം. അമ്മൂമ്മ ഓടി വരികയാണ്. ഓടി വരികയാണ്. നിങ്ങൾ കൊച്ചിനെ കണ്ടിട്ട് എന്തോ പറയാനുള്ളേ? വല്ല മാറ്റമുണ്ടോ? കൊച്ചിനെ കണ്ടിട്ട് കുഞ്ഞ് ഉറങ്ങുന്നത് കട്ടിലേ കിടക്കുന്നത് ഞാൻ കണ്ടില്ല. അമ്മേനോടൊക്കെ എന്റെ കൊച്ചുന്നില്ല. അമ്മയുടെ മുടി കറുപ്പ് കാണുന്നില്ല. ഞാൻ അമ്മയുടെ ഇരിക്കുമെന്ന് ഞാൻ കട്ടിലോട്ട് അറിയാനേ നീ ഇപ്പൊ 2 മാസം എടുക്കും വിളിക്കല്ലയോ? ഉടനെ കറുപ്പ് തുടങ്ങും. കുറ്റി ഇപ്പഴേ വരും. അല്ലേലും തന്നെയാ. അതിനൊരു കട്ടിയില്ലാത്ത മുടിയില്ലേ? നല്ല മുടി.
എവിടാ എന്റെ ശുദ്ധി മുടിയന്തിയെ എന്റെ ശുദ്ധിയുടെ മുടി എവിടെ പോയി അച്ഛന്റെ മോടെ മുടി എവിടെ പോയി ഇനി വാ ഇനി വാ ഇനി വാ എന്ത് ശങ്കടം അച്ഛന്റെ മോള് പകുതി വേനയുണ്ട് കണ്ണാടിയുണ്ട് ഇല്ലുണ്ട് എന്തല്ലേ ചീസ് ചായണേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഒന്നും പറയാനില്ല. എൻ്റെ ഒരു ചെറിയ വിശേഷം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പുതിയ കണ്ടൻറ്റുകളും വീഡിയോസുകളും യാത്രയൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.